ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലീമയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നടൻ ഷൈൻ ടോം ചാക്കോയുമായി സൗഹൃദം മാത്രമാണ് ഉള്ളതെന്നും ലഹരി ഇടപാടില്ല എന്നും തസ്ലീമ പ്രതികരിച്ചു. ശ്രീനാഥ് ബാസിക്ക് കഞ്ചാവ് വേണമോ എന്ന് ചോദിച്ചിട്ടില്ല. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് സംഘം നോട്ടീസ് നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാനാണ് ഇരുവർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തസ്ലീമയുടെ ഫോണിലെ ഡാറ്റകളും വാട്സാപ്പ് ചാറ്റുകളും ശാസ്ത്രീയ പരിശോധനയിലൂടെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. മോഡലുകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സ്ത്രീകളുടെ ചിത്രങ്ങളും ഫോണിൽ നിന്ന് കണ്ടെടുത്തു. ഷൈൻ ടോം ചാക്കോയുടെ ചാറ്റ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. എന്നാൽ ശ്രീനാഥ് ഭാസിയോട് ഹൈബ്രിഡ് വേണമോ എന്ന് ചാറ്റിൽ ചോദിക്കുന്നുണ്ട്. വെയിറ്റ് എന്നായിരുന്നു ഭാസിയുടെ മറുപടി. തസ്ലീമ അറസ്റ്റിലാകുന്നതിന് 2 ദിവസം മുൻപായിരുന്നു ഇരുവരും തമ്മിലുള്ള ചാറ്റിംഗ്. തസ്ലീമയുമായി ബന്ധമുണ്ടെന്ന് ഷൈൻ ടോം ചാക്കോയും കഴിഞ്ഞ ദിവസം പോലീസിനോട് സമ്മതിച്ചിരുന്നു. അതേസമയം തസ്ലീമയെ കൊച്ചിയിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ഇവർ താമസിച്ചിരുന്ന കാക്കനാട്ടെ ഫ്ളാറ്റിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. എന്നാൽ നടൻ ഷൈനുമായുള്ളത് സൗഹൃദം മാത്രമാണെന്നും ലഹരി ഇടപാടുകൾ നടന്നിട്ടില്ല എന്നും ശ്രീനാഥ് ഭാസിക്ക് കഞ്ചാവ് വേണമോ എന്ന് താൻ ചോദിച്ചിട്ടില്ല എന്നും തസ്ലീമ പ്രതികരിച്ചു. തസ്ലീമ ഫോണിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്ന് മുൻപ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു. പിടികൂടിയ 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൂടാതെ 3 കിലോ കൂടി തസ്ലീമ എറണാകുളത്തെത്തിച്ചു എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇതാർക്കൊക്കെ കൈമാറിയെന്നറിയാൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സിനിമാ താരങ്ങളുമായി തസ്ലീമയ്ക്ക് ലഹരി വിൽപ്പനയ്ക്കപ്പുറമുള്ള അടുത്ത ബന്ധമുണ്ടെന്നാണ് എക്സൈസ് വിലയിരുത്തൽ. ശാസ്ത്രീയമായ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്ത് കേസിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള നീക്കത്തിലാണ് എക്സൈസ് സംഘം. അമൃത ന്യൂസ്, ആലപ്പുഴ.